നമസ്കാരം, ഞാൻ ഡോക്ടർ മീന കൃഷ്ണൻ, ഇടപ്പഴിഞ്ഞിയിലെ SK ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യനാണ്. എൻ്റെ കുട്ടിയുടെ മുഖത്തുള്ള വെള്ളപ്പാട് അല്ലെങ്കിൽ ശരീരത്തിലുള്ള ചെറിയ ചെറിയ വെള്ളപ്പാടുകൾ വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണോ ഡോക്ടർ എന്ന് പലപ്പോഴും മാതാപിതാക്കൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊരു സാധാരണ കാണുന്ന ഒരു പ്രോബ്ലമാണ്. ചെറിയ വെള്ളപ്പാടുകൾ മുഖത്തോ ശരീരത്തിലോ അവിടെ ഇവിടെയോ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാകാം, മറ്റ് പല കാരണങ്ങൾ കൊണ്ടുമാകാം. ഉദാഹരണത്തിന് ഡ്രൈ സ്കിൻ, ഇപ്പം വരണ്ട ചർമ്മത്തിൻ്റെ ഭാഗമായിട്ട് വെള്ളപ്പാടുകൾ വരാം. തേമൽ, വീട്ടിൽ വേറെ ആർക്കെങ്കിലും തോളിൽ തേമലുണ്ടെങ്കിൽ കുഞ്ഞ് തോളിൽ കിടക്കുമ്പം കവിളിൽ തേമലുണ്ടാകാം. അല്ലാതെയും പല രോഗങ്ങളുടെ കാരണമായിട്ട് വെള്ളപ്പാടുകൾ വരാം. അപ്പോൾ വെള്ളപ്പാടുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കണം. പക്ഷേ വിറ്റാമിൻ ഡെഫിഷ്യൻസീസ് അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ് കൊണ്ടും ചർമ്മത്തിൽ കളർ വ്യത്യാസം ഉണ്ടാകാം. ഏറ്റവും സാധാരണ കാണുന്നത് അയൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ സത്ത് ആഹാരത്തിൽ കുറയുമ്പോഴാണ് ഇങ്ങനത്തെ വെള്ളപ്പാടുകൾ കാണാറുള്ളത്. അത് ഏകദേശം നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പ്രകാരം നമ്മുടെ സെൻസസ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എടുത്തതിൽ കണ്ടുപിടിച്ചിരിക്കുന്നത് ലെസ് 5 ഇയേഴ്സ് കുട്ടികളിൽ 50% കുട്ടികൾക്കും വിളർച്ചയുണ്ട് എന്നാണ്. അപ്പോൾ ഇരുമ്പിൻ്റെ സത്തുള്ള ആഹാരം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? എല്ലാ പച്ച നിറത്തിലുള്ള ഇലക്കറികളും പച്ച നിറത്തിലുള്ള വെജിറ്റബിൾസും അയൺ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നട്ട്സും ഡേറ്റ്സ്, നെല്ലിക്ക, ഇതിൽ ധാരാളം അയൺ ഉണ്ട്. മാതളം ഒരു ഫ്രൂട്ടാണ്, ധാരാളം അയൺ ഉള്ളത്. ഏറ്റവും കൂടുതൽ അയൺ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് ഇറച്ചി മീനും കഴിച്ചാലാണ്. നോൺ വെജിറ്റേറിയൻ സോഴ്സസ് ആണ് അയൺ അബ്സോർപ്ഷൻ. അയൺ ശരീരത്തിലേക്ക് നമ്മളുടെ ദഹനം നടന്ന് ശരീരത്തിൽ പിടിക്കുന്ന ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ കിട്ടുന്നത് നോൺ വെജിറ്റേറിയൻ സോഴ്സിൽ നിന്നാണ്. ഇരുമ്പിൻ്റെ സത്തുള്ള ആഹാരം എന്ന് പറയുന്നത് നോൺ വെജിറ്റേറിയനാണ്. പക്ഷേ ഒരുപാട് വെജിറ്റേറിയൻ ആഹാരങ്ങളിലും ഇതുണ്ട്. രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സമയത്തിന് വിര ഇളക്കണം. എന്നുവെച്ചാൽ വിരയുണ്ടെങ്കിലും ഈ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള അയണൊക്കെ റൗണ്ട് വേംസ് അടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് വിരശല്യം ഉണ്ടെങ്കിൽ വിരയുടെ മരുന്ന് കൂടി 6 മാസത്തിലൊരിക്കൽ കൊടുത്താലേ നമുക്ക് അയൺ ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും ആഹാരം നമ്മൾ ശ്രമിച്ചിട്ടും കുഞ്ഞ് കഴിക്കണ്ടേ? നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ പോരല്ലോ ചീരക്കറിയും ഡേറ്റ്സും. കുഞ്ഞ് കഴിക്കുന്നില്ല, വിളർച്ചയുണ്ട് എങ്കിൽ നമ്മൾ ശരിക്കും ടെസ്റ്റ് ചെയ്ത് നോക്കണം ഹീമോഗ്ലോബിൻ എങ്ങനെയാണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അയൺ ഫോളിക് ആസിഡിൻ്റെ മരുന്ന് കൊടുക്കേണ്ടിയും വരും വിളർച്ച ചികിത്സിക്കാനായിട്ട്. മറ്റ് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് കൊണ്ടും വരാം. അതൊക്കെ വളരെ പിക്കി ചൂസ് ചെയ്യുക. അത് കഴിക്കൂല, ഫ്രൂട്ട്സ് കഴിക്കൂല, ആകെ ചോറും തൈരും മാത്രമേ കഴിക്കൂ, അല്ലെങ്കിൽ ചോറും വെണ്ടയ്ക്കയും മാത്രമേ കഴിക്കൂ, ഇഡലിയും പഞ്ചസാരയും മാത്രമേ കഴിക്കൂ. അങ്ങനെ ഒരു വെറൈറ്റി ആഹാരം കഴിക്കാത്ത കുട്ടികളിൽ അല്ലാത്ത വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടാകാം. അല്ലെങ്കിൽ ഒരു സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഒരു നോർമൽ 4 നേരം ആഹാരം കഴിക്കുന്ന ഒരു വീട്ടിൽ ബി കോംപ്ലക്സ് ഡെഫിഷ്യൻസി കുറച്ചും കൂടെ അസാധാരണമാണ്. അങ്ങനെ സാധാരണയായിട്ട് കാണുന്നതല്ല. ഏറ്റവും സാധാരണയായിട്ട് കാണുന്നത് അയൺ ഡെഫിഷ്യൻസി തന്നെയാണ്. ത്വക്ക് രോഗത്തിൽ വെള്ളപ്പാടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പോഷകാഹാരക്കുറവ് എന്ന് പറയുന്നത് അയൺ ഡെഫിഷ്യൻസിയാണ്. അപ്പം നമ്മൾ അയൺ റിച്ച് ഫുഡ് നമ്മളുടെ കുട്ടികൾക്കെല്ലാം നൽകണം. എന്നാൽ ഈ പാടുകൾ മാത്രമല്ല, വളർച്ചയ്ക്കും പ്രതിരോധ ശേഷിക്കും ബുദ്ധി വികസനത്തിനും എല്ലാം അയൺ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അപ്പം അയൺ ഡെഫിഷ്യൻസി വരാതിരിക്കാനായിട്ട് എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. നന്ദി.